ഹലോ നമസ്കാരം, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് സ്യൂക്കോട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമ്മറിന് പറ്റിയ നല്ലൊരു ബൺ ഹെയർ സ്റ്റൈലുമായിട്ടാണ്. അപ്പോൾ കേളി ഹെയറും നമുക്ക് ഇത് വെച്ചിട്ട് സൂപ്പറായിട്ട് ഒതുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുടിയിലെ കെട്ടെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ചീകിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് പോണി ടെയിൽ പോലെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് പൊക്കിയിട്ട് വേണം കെട്ടി കൊടുക്കാൻ, എന്നാലേ ബൺ നമ്മൾ മുടിയിൽ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ഐസ്ക്രീം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മോളെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ആളെ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഒരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ സോപ്പിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ സാധാരണ ബണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് വലുതാണ്. അപ്പോൾ കുറച്ച് ബണ്ണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ബണ്ണ് കുറച്ചുകൂടി വലുതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇതൊരു ബണ്ണാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിപ്പം തോന്നാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ബണ്ണ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബൺ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഡോണട്ടൊന്നുമല്ല, സാധാരണ ബണ്ണാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മുടെ ബണ്ണിൻ്റെ പൊസിഷൻ നല്ല റെഡിയാക്കി എടുക്കുക. അതിൻ്റെ സെൻറ്ററൊക്കെ നന്നായിട്ട് ചീകി നമ്മൾ സൈഡ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ചീകിയിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. സാധാരണ റബ്ബർ ബാൻഡ് ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ല. ഇതെങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ ഒരു ബൺ ഷേപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇപ്പോഴേ നമുക്ക് റെഡിയായി. പിന്നെ നമ്മൾ ബാക്കിയുള്ള മുടി കൂടി ഒതുക്കി കൊടുക്കണം. അതിന് ഞാൻ ബോബി പിൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പിന്ന് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൂടെ നമ്മൾ സ്കൂളിലൊക്കെ യൂണിഫോമിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ വേറെ ഇപ്പോൾ ഞാൻ ഇതിനകത്തിട്ട ബണ്ണ് അതുപോലെ തന്നെ വേറൊരു കളറിലോ അവരുടെ യൂണിഫോമിൻ്റെ കളറിലുള്ള ഒരു ബണ്ണ് ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആയാലും നല്ല ഭംഗിയാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്നെങ്കിൽ മെടഞ്ഞിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ബോബി പിൻസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഹെയർ ആക്സസറീസ് ഇതിൻ്റെ മേലെയോ അതിൻ്റെ ചുറ്റുമായിട്ടൊക്കെ ഭംഗിയിൽ വെക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്ക് ഇങ്ങനെ ഞാൻ എപ്പോഴും സ്കൂളല്ലേ, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ബൺസൊക്കെ കൂടുതലും ഉള്ളത്. ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചുറ്റും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഒന്നിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിയാക്കാം. ഞാനിപ്പോൾ ഒരു റോസ് ഫ്ലവറാണ് വെച്ചിട്ടുള്ളത് അവൾ സ്കൂളിൽ പോയ സമയത്ത്. ഇതുപോലുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു.